നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സോംബിയാണോ? എന്നാൽ നിങ്ങൾ ഉടനെ പാപ്പരാകും. ഇതൊരു ചതിക്കുഴിയാണ്. നിങ്ങളുടെ കീശ ചോർത്തി നാണം കെടുത്തുന്ന ചതിക്കുഴി. രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? ഉണ്ട്. സ്വാഗതം മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്കിലേക്ക്. ബാങ്ക് എന്തിനാ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ചുമ്മാ തന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫ്രീ ആയി ക്രെഡിറ്റ് കാർഡ് തന്നിട്ട് ബാങ്കിന് എന്താണ് ഗുണം? 50,000 രൂപ വരെ മാസം ചിലവാക്കാമെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡ് തന്നു. അതിലും താഴെ ചിലവാക്കിയ നിങ്ങൾ കൃത്യമായി പണമടയ്ക്കുകയും ചെയ്തു. ഫീസില്ല, പിഴയ്ക്കുള്ള വകുപ്പുമില്ല. പിന്നെ ബാങ്കിന് എന്താണ് നേട്ടം? ഉത്തരം പറയും മുമ്പ് ഒരു കണക്ക് നോക്കാം. SBI കാർഡ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ്. 2026 ഏപ്രിൽ ജൂൺ പാദത്തിൽ നേടിയ വരുമാനം 5040 കോടി, ലാഭം 893 കോടി രൂപയും. ക്രെഡിറ്റ് കാർഡ് ഒരു ഫ്രീ സർവീസ് ആണെങ്കിൽ ഈ വരുമാനവും ലാഭവും എങ്ങനെ കിട്ടി? ക്രെഡിറ്റ് കാർഡ് ഒരു പണം വാരും ബിസിനസ്സാണ്. ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ വലിയ നേട്ടം ഉണ്ടാക്കാം, ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതിക്കുഴിയിലും വീഴും. എങ്ങനെ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കും? എന്താണ് കാത്തിരിക്കുന്ന ആ ചതിക്കുഴി? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താം? പറഞ്ഞു തരാം. ശരി, എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. ഒരു ചെറിയ കാലത്തേക്ക് ബാങ്കുകളോ ക്രെഡിറ്റ് കാർഡ് കമ്പനികളോ നിങ്ങൾക്ക് നൽകുന്ന വായ്പയാണിത്. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് നിങ്ങളുടെ കൈവശമുള്ളതെന്നിരിക്കട്ടെ. ഇതുപയോഗിച്ച് 60,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങി. ഈ പണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടതില്ല, പകരം വ്യാപാരിക്ക് ബാങ്ക് തന്നെ കൊടുക്കും. നിങ്ങൾ ബാങ്കിന് കൃത്യസമയത്ത് ഈ പണം തിരിച്ചടയ്ക്കുകയും വേണം. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. നോക്കൂ, എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങളുടെ ബില്ലിംഗ് സൈക്കിൾ എല്ലാ മാസവും 1 മുതൽ 30 വരെയാണെന്നിരിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴി ചിലവാക്കുന്ന തുകയെല്ലാം ഒരുമിച്ച് കണക്കാക്കും. എന്നിട്ട് 30-ാം തീയതി നിങ്ങൾക്ക് ബാങ്ക് ഒരു ബില്ല് അയക്കും. ഇത് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട തുകയാണ്. ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം തിരിച്ചടയ്ക്കാനായി 15 മുതൽ 20 ദിവസം വരെ സാധാരണ ബാങ്കുകൾ സമയം നൽകാറുണ്ട്. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ പണം തിരിച്ചടച്ചാൽ ഒരു ചില്ലിക്കാശ് പോലും പലിശ ഇനത്തിൽ നൽകേണ്ടതില്ല. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്, 0 പലിശ. ഇനി നിങ്ങൾ തിരിച്ചടയ്ക്കാൻ മറന്നാലോ 40% വരെ പലിശ നൽകേണ്ടിയും വരും. ഇവിടെ പലർക്കും സംശയമുള്ള മറ്റൊരു കാര്യമുണ്ട്. ബില്ല് വരുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ചാൽ മതിയോ? അതോ കറണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് മുഴുവനും അടച്ചു തീർക്കണോ? മുഴുവൻ പണവും അടയ്ക്കുന്നതാണ് നല്ലത്. ബില്ലടയ്ക്കാൻ നോക്കുമ്പോൾ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന മോഡിലായിരിക്കും സെറ്റിംഗ്. അറിയാതെ കൈ കൊടുത്താൽ പേയ്മെൻറ്റിലേക്ക് പോകും. ബാക്കി തുകയ്ക്ക് കൊല്ലുന്ന പലിശ നൽകണം. ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ടാകുമല്ലോ. ഇനിയാണ് അടുത്ത ചോദ്യം. ക്രെഡിറ്റ് കാർഡുകളിൽ ഇത്തരം റിസ്കുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് കോടിക്കണക്കിന് ആളുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ചാൽ കിടിലൻ ഉപയോഗങ്ങളുള്ള ഒരു ഫിനാൻഷ്യൽ ടൂളാണിത്. 40 മുതൽ 45 ദിവസം വരെ പലിശയില്ലാതെ വായ്പ കിട്ടുമെന്നതാണ് പ്രധാന നേട്ടം. പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ ആരുടെ മുന്നിലും കൈനീട്ടാതെ പരിഹരിക്കാൻ കഴിയും. കൃത്യമായി തിരിച്ചടച്ചാൽ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാനും ഇവ ഉപകരിക്കും. ഭാവിയിൽ വായ്പകൾ എടുക്കാൻ ഏറെ സഹായിക്കുന്ന കാര്യമാണിത്. ക്യാഷ് ബാക്കുകളും റിവാർഡുകളുമാണ് മറ്റൊരു പ്രത്യേകത. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ മിക്ക കമ്പനികളും ചില റിവാർഡുകൾ നൽകാറുണ്ട്. ഇത് കൃത്യമായി ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് എയർപോർട്ടിലെ ലോഞ്ചുകൾ. ഫ്രീ ആയി എയർപോർട്ടിലെ ലോഞ്ചിൽ കയറിയിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇക്കൂട്ടത്തിൽ? ആ അനുഭവം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എക്സ്റ്റൻഡഡ് വാറണ്ടി, ഈസിയായി ലഭിക്കുന്ന EMI ഓപ്ഷൻസ്, ഡിസ്കൗണ്ടുകൾ, ഫ്രീ മൂവി ടിക്കറ്റ്, അങ്ങനെ നിരവധി ഉപയോഗങ്ങൾ വേറെയുമുണ്ട്. ശരി, ഇനി എങ്ങനെ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുമെന്ന് കൂടി നോക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് മാത്രം ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യ കാര്യം. എന്തിനാണ് എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് സ്വയം ചോദിക്കണം. ഓൺലൈൻ ഷോപ്പിങ്ങിനാണോ? എണ്ണയടിക്കാനാണോ? അതോ ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് കഴിക്കാനാണോ? അല്ലെങ്കിൽ യാത്രാ ആവശ്യങ്ങൾക്കാണോ? ഇതിലേത് കാരണമാണെന്ന് കണ്ടെത്തി ഇക്കാര്യത്തിൽ കൂടുതൽ റിവാർഡുകൾ തരുന്ന കാർഡിലേക്ക് വേണം പോകാൻ. എന്ന് വെച്ചാൽ കാർഡിനനുസരിച്ച് നിങ്ങളുടെ സ്പെൻഡിങ് തീരുമാനിക്കുകയല്ല വേണ്ടത്. സ്പെൻഡിങ് അനുസരിച്ച് വേണം കാർഡ് തിരഞ്ഞെടുക്കാൻ. നല്ലൊരു കാർഡ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിന് നൽകേണ്ട വാർഷിക ഫീസ് എത്രയാണെന്ന് ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കണം. പരസ്യങ്ങളിലും വാഗ്ദാനങ്ങളിലും മയങ്ങാതെ കാർഡിനുള്ള ഹിഡൻ ചാർജുകളും റിവാർഡുകളും കൃത്യമായി മനസ്സിലാക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൃത്യസമയത്ത് ബില്ലടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന പലിശ എത്രയാണെന്നും ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കണം. ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ തന്നെ ഒരു എക്സിറ്റ് പ്ലാൻ കൂടി മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് കാർഡ് ക്യാൻസൽ ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇത് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ പിന്നാലെ പറഞ്ഞു തരാം. ഇനി ക്രെഡിറ്റ് കാർഡ് ചതിക്കുമോ എന്ന ചോദ്യത്തിലേക്ക്. കൃത്യമായി പണം അടച്ചാൽ കുഴപ്പമില്ല എന്നാണ് പൊതുധാരണ. എന്നാൽ പണം കൃത്യമായി അടച്ചാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലോസ് ചെയ്തിട്ടും പ്രേതം പോലെ ജീവിച്ചിരുന്ന് പണം ചോർത്തുന്ന സോംബി കാർഡുകളാണ് ഇതിലൊന്ന്. ഒരു കസ്റ്റമറുടെ അനുഭവകഥ പറയാം.
30 വർഷമായി SBIയിൽ അക്കൗണ്ട് ഉള്ളതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കണ്ണുമടച്ച് അദ്ദേഹം SBI കാർഡ് എടുത്തത്. പക്ഷേ SBI ബാങ്കും SBI കാർഡും തമ്മിൽ ബന്ധമില്ലെന്ന് എത്ര പേർക്കറിയാം? നിയമപരമായി രണ്ടും രണ്ടാണ്. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കും മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡ് കമ്പനിയുമാണ്. നമ്മുടെ കസ്റ്റമർ ഏറെ വർഷത്തിന് ശേഷം അടയ്ക്കേണ്ട തുകയെല്ലാം അടച്ചു തീർത്ത് 2026 ജനുവരിയിൽ കാർഡ് ക്ലോസിങ്ങിന് അപേക്ഷ നൽകി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കാർഡ് ക്ലോസ് ചെയ്തതായി കാണിച്ച് മെസ്സേജും വന്നു. ഇദ്ദേഹം മൊബൈൽ ആപ്പ് അടക്കം ഡിലീറ്റ് ചെയ്ത് ആ അധ്യായം തന്നെ അടച്ചു. 2026 ജൂലൈയിൽ വായ്പയുമായി ബന്ധപ്പെട്ട് സിബിൽ സ്കോർ പരിശോധിക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. 840 സിബിൽ സ്കോർ 679 താഴ്ന്നിരിക്കുന്നു. കാരണം തിരഞ്ഞപ്പോൾ കിട്ടി, SBI കാർഡിലേക്ക് ഇനിയും പണം അടയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് സ്കോർ പോയത്. 2025 ഓഗസ്റ്റിൽ പൂർണ്ണമായി സെറ്റിൽ ചെയ്ത ഒരു പേയ്മെൻറ്റിൽ 55 രൂപ കൂടി ഇനിയും അടയ്ക്കാനുണ്ട്. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2026 മാർച്ചിൽ അയച്ചിരുന്നു അത്രേ. ഇല്ലാത്ത കാർഡിന് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്? അതിലെങ്ങനെ ചാർജ് ചെയ്യാം എന്നൊന്നും ഉത്തരമില്ല. മാസം തോറും പലിശയും കൂട്ടുപലിശയും ചേർത്ത് 550 രൂപ അടച്ചോളൂ എന്ന് കമ്പനിയുടെ മറുപടിയും വന്നു. SBI ശാഖയിൽ തന്നെയുള്ള കസ്റ്റമർ സപ്പോർട്ടിൽ ചെന്നപ്പോൾ വായ്പ വാങ്ങി മുടക്കിയാൽ പോലും കിട്ടാത്തത്ര കട്ട അവഹേളനം. പതിറ്റാണ്ടുകളായി ഒരു തിരിച്ചറിവിൽ പോലും വീഴ്ചയില്ലാത്ത ഉപഭോക്താവിന് നേരിടേണ്ടി വന്നത് ധനനഷ്ടവും മാനഹാനിയും. ഓംബുഡ്സ്മാൻ മുതൽ കോടതി വരെ കയറി ഇറങ്ങേണ്ട ഗതികേട്. ഇതാണ് സോംബി കാർഡ്. ഏത് കമ്പനിയുടെ കാർഡായാലും സോംബിയായി വന്ന് ആക്രമിച്ചേക്കാം. ഇക്കാര്യത്തിൽ സൂക്ഷ്മത വേണം. ക്ലോസ് ചെയ്ത കാർഡിൻ്റെ രേഖകൾ സൂക്ഷിച്ചു വെച്ച് പോരാടുക മാത്രമാണ് ഏക വഴി. ഇനിയുമുണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ചതിക്കുഴികൾ. ലൈഫ് ടൈം മാനുവൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞ് വിൽക്കുന്ന കാർഡുകൾക്ക് ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ ചാർജ് ചുമത്തിയേക്കാം. വളരെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് പലപ്പോഴും ഇക്കാര്യം കാർഡ് ഉടമ തന്നെ അറിയുക. ചോദിക്കുമ്പോൾ പ്രതീക്ഷിക്കാവുന്ന മറുപടി ആ നിയമത്തിൽ മാറ്റമുണ്ടായി എന്നാവാം. കാർഡ് എടുക്കുമ്പോൾ നൽകുന്ന ഓഫറുകളിലും പിന്നീട് മാറ്റം വരാം. ഇക്കാര്യത്തിൽ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായാൽ നല്ലതാണ്. കുറച്ച് വലിയ പേയ്മെൻറ്റുകൾ EMI ആക്കിക്കോളൂ എന്ന സ്നേഹത്തോടെയുള്ള ആ നിർബന്ധത്തിൽ വീഴരുത്. ഇതിന് പ്രോസസ്സിംഗ് ഫീസും പലിശയുമുണ്ട് എന്നറിയുക. ഒരു തുക കുടിശ്ശികയായാൽ ആ തുകയ്ക്ക് മാത്രമല്ല മൊത്തം തുകയ്ക്കും പലിശ ഈടാക്കിയാലും അത്ഭുതപ്പെടരുത്. ചിലപ്പോഴൊക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട്. ആവശ്യപ്പെടാതെ ലിമിറ്റ് കൂട്ടാനുള്ള പ്രലോഭനത്തിൽ വീഴരുത്. മനക്കട്ടിയില്ലാത്തവർ ചെലവഴിക്കൽ ഉയർത്താനും സാധ്യതയുണ്ട്. ഇനി എങ്ങനെ സ്മാർട്ടായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാമെന്ന് കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. എല്ലാ മാസവും മുഴുവൻ തുകയും അടച്ചു തീർക്കണം. മിനിമം ഡ്യൂ അല്ല അടയ്ക്കേണ്ടത്. ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 30% മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡിനെ ഒരിക്കലും എമർജൻസി ഫണ്ട് പോലെ കരുതരുത്. എന്ന് വെച്ചാൽ അടച്ചു തീർക്കാവുന്ന തുക മാത്രമേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉപയോഗിക്കാവൂ. ഒരിക്കലും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണവും പിൻവലിക്കരുത്. ഇതിന് നൽകേണ്ടി വരുന്നത് വലിയ പലിശയും ഫീസുകളുമാണ്. ഒരു ക്രെഡിറ്റ് കാർഡിലെ ബാധ്യത മറ്റൊരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് അടച്ചു തീർക്കുന്ന ശീലം നിർബന്ധമായും ഒഴിവാക്കണം. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ്: പലവിധ ഹിഡൻ ചാർജുകളും ചതിക്കുഴികളുമൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായി ഉപയോഗിച്ചാൽ മികച്ചൊരു ഫിനാൻഷ്യൽ ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതകാലം വരെ നീണ്ടു നിൽക്കാവുന്ന ബാധ്യതയും. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണോ? ഏത് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ റിവാർഡ് എന്താണ്? ഇനി പുതിയൊരു ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള പ്രധാന കൺഫ്യൂഷനുകൾ എന്തൊക്കെയാണ്? കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ഒപ്പം ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പ്ലാനുള്ള നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ പങ്കുവയ്ക്കാനും മറക്കരുത്. ദിസ് ഈസ് മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്ക്. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.